മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് സമാപനമായി. 10 നാൾ നീണ്ടുനിന്നതാണ് കഥകളി ഫെസ്റ്റ്. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരവും സമ്മാനിച്ചു. 10 നാളുകൾ നീണ്ടുനിന്ന കഥകളി ആഘോഷത്തിനാണ് മണ്ണൂർക്കാവിൽ തിരശ്ശീല വീണത്. കഥകളി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ വൈകുന്നേരം ഒരുപാട് നേരം പ്രശ്നിക്കാൻ പറ്റത്തില്ല. ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ അതിൻ്റെ സമയത്ത് നടത്തണം, അതേ സമയം മാറ്റി വയ്ക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായും ഇവിടെ മുമ്പ് KC ജോസഫ് വന്നപ്പോൾ ഇവിടുത്തെ കഥകളി സ്കൂളിന് ഒരു അംഗീകാരത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് അത് ഇതടക്കം വന്നപ്പോഴേക്ക് അവർക്ക് 2 സ്കൂളുകളും നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടതും നടന്നില്ല. ഇത് അനുവദിക്കുന്നതിൽ നിന്നും പിന്നീട് എന്തോ സാഹചര്യത്തിൽ ഒഴിവായി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് യഥാർത്ഥത്തിൽ അംഗീകാരം നൽകുന്നത് കലാമണ്ഡലമാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതിയിൽ നിങ്ങളുടെ ഈ ആവശ്യത്തെ വെച്ചിട്ട് കലാമണ്ഡലത്തോട് ഈ സ്കൂളിന് അംഗീകാരം നൽകാൻ ആവശ്യപ്പെടാൻ കാരണം കലാമണ്ഡലം എല്ലാവർക്കും അറിയാം. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം സംഗീതജ്ഞൻ കലാമണ്ഡലം വിനോദിന് സമ്മാനിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണൂർക്കാവ് കഥകളി പഠന കേന്ദ്രത്തിലെ വേഷം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. P രാജേന്ദ്രപ്രസാദ്, ദീപാചന്ദ്രൻ, സൗത്ത് ഇന്ത്യൻ വിനോദ, സുധീർ ജേക്കബ്, R കമൽദാസ്, V പ്രസന്നകുമാർ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സുരേഷ് ചാമവിള, VR സനൽചന്ദ്രൻ, T സുരേന്ദ്രൻപിള്ള, D ഗുരുദാസൻ, V രാജീവ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.